കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വെണ്ടക്കായ വെച്ചിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വെണ്ടക്കായ നമ്മൾ നന്നായിട്ട് കഴുകി തുടച്ച് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി. ഞാനൊരല്പം കൂടുതൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ഇത്തിരി ചൊടിയോട് കൂടിയിട്ടുള്ള മെഴുക്കുപുരട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പോൾ ഒത്തിരി പുളിയുള്ള തൈരല്ല, ഒരു ലേശം പുളിയുള്ള തൈര്, ചെറിയൊരു പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മുടെ വെണ്ടക്കായുടെ മീതെ ആ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നല്ലത്. അപ്പോഴേക്കും നന്നായിട്ട് ആ മസാലയൊക്കെ നമ്മുടെ വെണ്ടക്കായുടെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ലേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ 2 വറ്റൽമുളക്, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എല്ലാം നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായയുടെ പീസുകൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വെണ്ടക്കായ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ നമ്മൾ തൈരൊക്കെ ചേർത്തുള്ളതുകൊണ്ട് ഇങ്ങനെ ആകെ ഒരു വഴുവഴുപ്പോട് കൂടിയിട്ടാണ് സംഭവം ഇരിക്കുന്നത്. പക്ഷേ അതിങ്ങനെ നമ്മൾ ആ പാനിൽ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക. അങ്ങനെ കുന്നു കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട്. അങ്ങനെ പരത്തിയിട്ട് കൊടുത്തിട്ട് ഒരു അല്പം നേരം അത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചൊന്ന് അത് ഡ്രൈ ആയി വരും. ആ സമയത്ത് നമുക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി അതൊന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഇളക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, നൂല് പോലെ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് ഇങ്ങനെ കാണാം കേട്ടോ. പക്ഷേ അതിലേക്ക് നമുക്ക് ഇനി ഒരു ലേശം ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ വഴുവഴുപ്പൊക്കെ പോയിട്ട് വെണ്ടക്കായുടെ വഴുവഴുപ്പൊക്കെ പോയിട്ട് എല്ലാം ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു വഴുവഴുപ്പും ഇല്ലാതെ കിട്ടും. അപ്പോൾ നമ്മളതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ കുറഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും തീ വെച്ച് കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് അതിങ്ങനെ കരിഞ്ഞ് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളതിങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റോളം നമ്മളതൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി വഴുവഴുപ്പൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വെണ്ടക്കായുടെ മെഴുക്കുപുരട്ടി എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിനൊരു നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പുളിയും അതുപോലെ എരിവും എല്ലാം ചേർന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു സംഭവത്തിന്. വഴുവഴുപ്പ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ആ വഴുവഴുപ്പൊക്കെ കളയുന്നത് വരെ ഒരു 10 മിനിറ്റോളം അത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും വഴുവഴുപ്പൊന്നുമില്ലാതെ എല്ലാം നല്ല ഒറ്റയ്ക്കായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. നല്ല നമ്മൾ ആദ്യം കണ്ട പോലെയല്ല, സംഭവം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കൊരു അച്ചാറിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ പോലെയാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.